പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയദർശിനി ബസ്സിൻ്റെ സംവിധാനത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ എനിക്കും എൻ്റേതായ ഒരഭിപ്രായം പറയണം എന്നൊരാഗ്രഹം. കാരണം ഞാൻ ഒരു 63 കാലഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ചിറക്കൽ രാജാ സെക്കൻഡറി സ്കൂളിൽ പോയി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിൽ പോയത്. കാരണം ബസ് സർവീസൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. എൻ്റെ കാട്ടാമ്പള്ളി എന്ന ഗ്രാമത്തിൽ അപ്പർ പ്രൈമറി മാത്രം ഉണ്ടായിരുന്നു. അവിടെ നിന്നും പഠിച്ച് 8ാം ക്ലാസ്സിലേക്ക് രാജാ സെക്കൻഡറി സ്കൂളിൽ, അന്ന് രാജവംശത്തിൻ്റെ സ്കൂളാണത്, അവിടെയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയത്. ഒരുപാട് ദൂരം നടന്ന് വളരെ വിഷമിച്ച് എങ്കിലും പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഉത്സാഹത്തോടെ പഠിച്ചൊരു കാലഘട്ടം. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി പഠിച്ചത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ച സാറ് സോഷ്യൽ സ്റ്റഡീസിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്. അന്ന് മലയാളം മീഡിയമാണ്, സാമൂഹ്യ പാഠം എന്നാണ് പറയുന്നത്. പക്ഷേ സാമൂഹ്യ പാഠം പഠിപ്പിക്കാൻ വന്ന മാഷ് ബാലകൃഷ്ണപിള്ള എന്ന ഒരു മാഷായിരുന്നു. അദ്ദേഹം ചിറക്കൽ രാജവംശത്തിൻ്റെ ഒരു സന്താനമായിരുന്നു. നല്ല പൊക്കവും നല്ല ഭംഗിയും കാണാൻ നല്ല പ്രൗഢിയും രാജകീയമായ കലയും ഒക്കെയുള്ള ഒരു അധ്യാപകനായിരുന്നു. ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, സാമൂഹ്യ പാഠം എന്നല്ല, സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് പഠിക്കണം. നമുക്ക് ഈ പാഠം എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്ന് എല്ലാ കുട്ടികളോടും ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലാസ്സിലിരിക്കുന്ന ഒരു ആൺകുട്ടിയെ പിടിച്ച് വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ബോർഡിൽ എഴുതണം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഭരണഘടന എന്ന് 10 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. ഭരണഘടന എഴുതിയപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭരണഘടനയുണ്ട്. മോണോപ്പൊളി, ഓട്ടോക്രസി, അരിസ്റ്റോക്രസി, ബ്യൂറോക്രസി, പിന്നെ എന്തൊക്കെയോ ഒരുപാട് ഉപകാരങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അറിയാമോ എന്ന് ചോദിച്ചു. അതും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഡെമോക്രസി എന്ന വാക്കിനർത്ഥം ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചു. ആ ജനാധിപത്യം എന്നും ഡെമോക്രസി എന്നും എല്ലാവരും 10 പ്രാവശ്യം എഴുതി പഠിക്കണമെന്ന് പറഞ്ഞു. 10 പ്രാവശ്യം എഴുതി എല്ലാവരും പഠിച്ചു. പിറ്റേ ദിവസം വന്നു, പിറ്റേ ദിവസം ചോദിച്ചു. അങ്ങനെ ഡെമോക്രസി എന്ന വാക്ക്, ജനാധിപത്യം എന്നൊരു വാക്ക് ആ മാഷ് നമ്മളെല്ലാം നല്ലതുപോലെ പഠിപ്പിച്ചു. ഇനി ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസിയുടെ ഡെഫിനിഷൻ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ഡെമോക്രസി മീൻസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഭംഗിയായി ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ബൈ ഹാർട്ടാക്കി വെച്ചേക്കണം, ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാവരും 100 പ്രാവശ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിക്കൊണ്ട് വരണം. ഇമ്പോസിഷൻ എഴുതി പഠിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവരും 100 പ്രാവശ്യം എഴുതി സാറിനെ കാണിച്ചു. നല്ല സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന അധ്യാപകനായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹമുള്ള, കൃത്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ വിഷയവും പഠിപ്പിക്കുന്ന അധ്യാപകൻ. അപ്പോൾ അന്ന് പഠിപ്പിച്ചൊരു കാര്യം, അതായത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആണെന്ന് ഭംഗിയായി പഠിച്ചു വെച്ചു. ഞാൻ എല്ലാ കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സീനിയർ സിറ്റിസൺ ആയപ്പോഴും പലപ്പോഴും അങ്ങനെ അത് ഓർക്കാറുണ്ട്. അപ്പോൾ ഈ ബസ്സിന് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ പലരും പല വിധത്തിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുന്നുണ്ട്. പുരുഷന്മാരാണ് കുറേ കൂടുതൽ പറയുന്നത്. അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നേയില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഈ ഡെമോക്രസി എന്ന വാക്ക് ആ കാറ്റിൽ പറത്തിക്കൊണ്ടാണോ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയത്? പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ആനുകൂല്യം നൽകാൻ ഉള്ള ഒരവസ്ഥയല്ലേ ഡെമോക്രസി എന്ന് പറയുന്നത്? ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ ഡെമോക്രസി എന്ന രാജ്യത്ത് നമ്മൾ ഒരുപാട് പണക്കാരും പാവപ്പെട്ടവരും എല്ലാം ഉള്ളപ്പോൾ സ്ത്രീകൾക്ക് മാത്രം അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരുപാട് സ്ത്രീകളും പണക്കാരാണ് അതിൽ സഞ്ചരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് മാത്രം നിക്ഷിപ്തമാക്കണമെന്ന് ചിലർ പറയുന്നു. അപ്പോൾ ചിലർ പറയുന്നത് എല്ലാവർക്കും കൊടുക്കരുത്, റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് പറയുന്നു. അതൊക്കെ പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാലും പുരുഷന്മാരെ കൂടി പരിഗണിക്കണം. കാരണം ഡെമോക്രസി എന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഡെമോക്രസി എന്ന തത്വം
പാലിക്കണം, അതോ ഞാൻ പഠിച്ചു വെച്ചതെല്ലാം തെറ്റായി പോയോ എന്നൊരു വേദനയോടെ ഓർക്കാനൊരവസരം എനിക്കിപ്പോൾ ഉണ്ടാവുകയാണ്. ബാലകൃഷ്ണൻ സാറ് പഠിപ്പിച്ച ആ നല്ല മനോഹരമായ ഒരു വാചകമാണത്. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പഠിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും സാറൊന്നിങ്ങനെ ചോദിക്കും, എല്ലാ കുട്ടികളും ഉറക്കിയത് പറയണം. അങ്ങനെ പഠിച്ച് വളർന്ന് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംവിധാനം വന്നപ്പോൾ ശരിക്കും ഒരു വേദന തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതൊന്ന് പരിഗണിക്കണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.